So, yeah, hello everyone. Welcome to Rahil's Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ UGC NET പേപ്പർ 1-ലുള്ള യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പ് 1 റാങ്കിങ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ലേണിംഗ് തിയറീസ്. ബിക്കോസ് ഇതിന്റെ കീഴിൽ സബ് ആയിട്ട് ഒരുപാട് തിയറീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോരോ തിയറീസും ആ തിയറീസിന്റെ ഉള്ളിൽ തന്നെ ഡിഫറെന്റ് സെറ്റ് ഓഫ് വേറെയും ഒരുപാട് തിയറീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേണിംഗ് തിയറീസ് എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കാന്ന് പറയുമ്പം ഒരു ഈ രീതിയിൽ ഞാൻ പിന്നെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ച് അതിൽ രണ്ടെണ്ണം, അതായത് ഒരു സ്ട്രക്ചർ പോലെ പഠിക്കണം ലേണിംഗ് തിയറീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ശ്രദ്ധിക്കുക. ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ തിയറീസും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ പിന്നെ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിൽ ഓരോ തിയറീസിലും ഓരോ വീഡിയോസിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇന്ന് എന്താണ് ലേണിംഗ് തിയറീസ്, അതിന്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ ഞാൻ സമയം കളയുന്നില്ല, ഞാൻ ആ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ എന്താണ് ലേണിംഗ് തിയറീസ് അല്ലെ? എന്താണ് ലേണിംഗ് തിയറീസ്? സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ ലേണിംഗ് ഒക്കേഴ്സ്. ഓക്കെ, അതായത് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ഒരു കംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ലേണിംഗ് തിയറീസ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് തിയറീസ് ഉണ്ടെന്നുള്ളത്. നമ്മൾ അതിനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തിയറീസ് ഒക്കെ എന്തിനാണ് പ്രൊപ്പൗണ്ട് ചെയ്തത് എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ലേ? എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഒരുപാട് തിയറീസ്? ഇതിന്റെയൊക്കെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്, കോർ ഒബ്ജക്റ്റീവ് ആണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ ലേണിംഗ് ഒക്കേഴ്സ്. എങ്ങനെയാണ് ഓരോ മനുഷ്യരും ഓരോ വിഷയങ്ങൾ പഠിക്കുന്നത്, അതാണ് ഇതിന്റെ കോർ ആയിട്ടുള്ള ഫസ്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഹൗ ലേണിംഗ് ഒക്കേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്. നമ്മളൊരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയുടെ ഓരോ സ്റ്റേജും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ, ആ കുട്ടി ഓരോ വിഷയത്തെ പറ്റി പഠിക്കുന്നത് ആ കുട്ടിയുടെ ഓരോ സ്റ്റേജിലും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ചെറിയ കുട്ടികൾ ആദ്യം അവരെ സെൻസറി ഓർഗൻസ് വഴി കാര്യങ്ങൾ പഠിക്കും അല്ലെ. കുട്ടികൾ എപ്പം എന്ത് കിട്ടിക്കഴിഞ്ഞാൽ വായിലിടുന്ന ഒരു ശീലം കുട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ എല്ലാം ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ശീലമുണ്ട്. അതായത് കുട്ടി എന്ത് ചെയ്യാണ്, അ, ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഈ സാധനം ഇങ്ങനെയാണ്. ഓക്കെ, ആ കുട്ടി സെൻസറി ഓർഗൻസ് വഴി കാര്യങ്ങൾ പഠിക്കുകയാണ്. അതിന്റെ ബ്രെയിനിൽ, ആ കുട്ടിയുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, കളറുകള്, പിന്നെ അതുപോലെ ഈ നമ്മൾ കുട്ടികളുടെ ഈ പിന്നെ കൊഗ്നീഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടോയ്സുകൾ ഉണ്ട് അല്ലെ. ഈ പസിലൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. അതായത് ഇങ്ങനെ റെഡ് ഒരുമിച്ച് വെക്കുക, ഗ്രീൻ ഒരുമിച്ച് വെച്ച് ഒരു ബിൽഡിംഗ് ആവും. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാണ്, അപ്പം ഈ ലേണിംഗ് ഒക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പല സമയത്തും പല രീതി, ഈവൻ ദോ ഇപ്പൊ ഞാൻ ആയിക്കോട്ടെ, ക്ലാസ് ഒക്കെ ആയിക്കോട്ടെ, നമ്മളിപ്പം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയല്ലേ. തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ, ഒരുപാട് നമുക്ക് പിന്നെ തകർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്താണ്, ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ എവിടെയും നിൽക്കുന്നില്ല. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അല്ലെ. ഇപ്പം വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ വ്യക്തിബന്ധങ്ങൾ കൊണ്ടുപോകണം നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അതുപോലെ എക്സാമിന് ഫെയിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ ഈ ഒരു എക്സാമിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഈ ലേണിംഗ് ഒരു മനുഷ്യന്റെ ലൈഫിൽ നടക്കുന്നതിൽ ഒരുപാട് സ്റ്റെപ്സുകളുണ്ട്. അപ്പൊ ഈ തിയറീസ് ഒക്കെ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ കോർ ആയിട്ടുള്ള ഒരു പ്രൈമറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആൻഡ് ഹൗ ടീച്ചിങ് ഷുഡ് ബി ഓർഗനൈസ്. ഓക്കെ, എങ്ങനെയാണ് ടീച്ചിങ് ഓർഗനൈസ് ആക്കേണ്ടത്? അതായത് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മുന്നുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്, ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചർ തന്റെ മുന്നിലുള്ള, അല്ലെങ്കിൽ തന്റെ ആ ഒരു ടീച്ചറുടെ മുന്നിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു വിഷയം പഠിപ്പിക്കുന്ന സമയത്ത് ആ ടീച്ചർക്ക് ഉണ്ടാവേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ്? അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഏത് രീതിയിലാണ് വിഷയങ്ങൾ പഠിക്കാനും വേണ്ടി അവരെ മൈൻഡ് സെറ്റ് ആയിട്ടുള്ളത്, അതിനനുസരിച്ച് ഞാൻ പഠിപ്പിക്കുക എന്നുള്ള കാര്യം എപ്പോഴും ഒരു ടീച്ചറുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ഇപ്പം ചെറിയ കുട്ടികൾക്ക് നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് കഥകളായിട്ടും കവിതകളായിട്ടും അല്ലെ,
അവർക്ക് ഭയങ്കര എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആക്കണം നമ്മൾ ഓരോ കഥകൾ വഴിയൊക്കെ. ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളെ ചെറുപ്പത്തില് പഠിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്ക് ഇപ്പോൾ റീകോൾ ചെയ്യാൻ പറ്റും, അല്ലെ? പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പഠിച്ച ചില കഥകൾ ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തില് എൻ്റെ പേരൻസ്, എൻ്റെ പിന്നെ മദർ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്ന ഒരു കഥയാണ്. പിന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ എനിക്ക് എപ്പോഴും പറഞ്ഞിരും ആ ഒരു കഥ. പിന്നെ അത് നമ്മൾ എന്താണ് അത് ആ ഒരു പ്രായത്തിൽ അത് പഠിച്ചതിന് ശേഷം എന്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ആ സ്റ്റോറി എപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അതിന്റെ പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരും ശബ്ദിക്കുന്ന കലപ്പ. അപ്പൊ നമ്മൾ എന്താണ് ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുന്ന സമയത്ത് ആ കഥകളിൽ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയാ ലൈഫ് ലെസൺസ് ഉണ്ടാവും, റൈറ്റ്? അപ്പൊ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടേണ്ടതുകൊണ്ടാണ് ലൈഫിനെ പറ്റി ആ സമയത്ത് എനിക്കൊരു ധാരണ ഉണ്ടായി. ഓക്കെ, ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ട്, ഭയങ്കര ഇമോഷണലി ആണ്. എനിക്കിപ്പോ നോക്കുമ്പോൾ സങ്കടം വരും യൂട്യൂബില്. അപ്പൊ പിന്നെ അതാണ് അപ്പൊ ചെറിയ സമയത്ത് പിന്നെ നമ്മൾ വലുതാവുന്ന സമയത്ത് നമുക്ക് വേറെ ടൈപ്പ് ഓഫ്, അപ്പൊ ഇതൊക്കെ ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വാളിറ്റി ആട്ടോ. നമ്മള് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും നമ്മൾ കോൺസെപ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിന് പ്രോസസ് ആകുന്ന ഒരു രീതിയുണ്ട്. അതിനനുസരിച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതും ഈ ലേണിംഗ് തിയറീസിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് അതുപോലെ തന്നെ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ടു പ്രൊമോട്ട് എഫക്റ്റീവ് ലേണിംഗ്, അല്ലെ? എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വിഷയം അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു വിഷയം ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് അതിന്റെ ഏറ്റവും ടോപ്പ് നോച്ചിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ലേണിംഗ് ഒക്കേഴ്സ് ചെയ്യുന്നതിനെ പറ്റി അറിയണം. അതുപോലെ തന്നെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതും അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു എഫക്റ്റീവ് ലേണിംഗ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ലേണിംഗ് തിയറീസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും. സോ അതാണ് ഈ പറയുന്ന 6 തിയറീസിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് തിയറീസിന്റെ ബേസിക് പെരിഫറൽസ് ഞാനിന്ന് പറയട്ടോ. ബേസിക് പെരിഫറൽസ്, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, ബിഹേവിയറൽ ലേണിംഗ് തിയറി ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള BLT എന്നാണ് പറയുക. ഷോർട്ട് ആക്കിയിട്ട് അധികം BLT എന്നൊക്കെ പറയുന്നത് കാണാം. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമ്മുടെ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് ഈ പറയുന്നത് ബിഹേവിയറൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലാണ് നമ്മൾ ഈ ബിഹേവിയർ ലേണിംഗ് തിയറിയിൽ നമ്മൾ ഈ സ്റ്റിമുലസ് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്റ്റിമുലസ് റെസ്പോൺസ്, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഒരു റീസൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ബിഹേവിയർ ലേണിംഗ് തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി വലുതാകുന്നത് വരെ ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഓരോ സ്റ്റേജസ്, 0 മുതൽ 2 വയസ്സ് വരെ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, 2 മുതൽ 7 വരെ എങ്ങനെയാണ്, പിന്നെ 7 മുതൽ 11 വരെ, 11ന് ശേഷം എങ്ങനെയാണ്. അപ്പൊ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ഡെവലപ്മെന്റ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നോ വെറീസ് ഓൺ ദാറ്റ്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ലേണിംഗ് തിയറി, അല്ലെ? നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായത് കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം കേരളം എനിക്ക് ഭയങ്കര നമുക്ക് രസമുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ കേരളത്തിലുള്ള ഒരു കൾച്ചർ ഉണ്ടല്ലോ, നമുക്ക് ഇന്ത്യനെ കുറച്ച് കാണുകയല്ല കേട്ടോ. ഞാൻ ഒരിക്കലും, കാരണം നമുക്ക് ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പോസിറ്റീവ് ആയിട്ടുള്ള കൾച്ചർ, ഇപ്പൊ കേരളത്തിൽ ഇവരുടെ നെഗറ്റീവ് കൾച്ചർ ഒക്കെ ഉണ്ട്, അത് വേറെ വിഷയം. പിന്നെ അപ്പോ ഈ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു കൾച്ചർ ഉണ്ടല്ലേ. അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഫാമിലി അല്ല, മതമല്ല, രാഷ്ട്രീയമല്ല, നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ചുറ്റുപാടിന്റെ അടിസ്ഥാനത്തില് നമ്മൾ കേരളക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു നോളജും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് കേട്ടോ. നമ്മൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എൻ്റെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ ഞാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ നടന്നിട്ട് അവിടെ പോവാ, എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയാക്കും. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ബൈക്കിലൂടെ പോകുമ്പോൾ ഇങ്ങനെയാക്കും, നടന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെയാക്കും. അപ്പൊ ഞാൻ പിന്നെ എനിക്കത് യൂസ്ഡ് ടു ആയി. ഞാനിപ്പോ പിന്നെ കേരളത്തിലല്ല പഠിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും എനിക്ക് ആളുകൾ കാണുമ്പോൾ ഇങ്ങനെയാകും, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടും. അപ്പൊ ഇതൊക്കെ എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അതിന്റെ എക്സാമിനേഷൻ പോയിന്റിൽ നമ്മൾ പഠിക്കേണ്ട കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ നമ്മൾ നീന്തൽ ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ രണ്ട് കാലുകൾ അടിക്കണം, രണ്ട് കൈകൾ നിങ്ങൾ ഇതാക്കണം, അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മൾ വെള്ളത്തിൽ വീകണം, അത് നീന്തം പഠിക്കുള്ളൂ. കാറും ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ നിങ്ങൾ സ്റ്റിയറിംഗ് പിന്നെ പിന്നെ നമ്മൾ ആദ്യം പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് താത്തി നമ്മൾ പിന്നെ ക്ലച്ച് പിന്നെ അമർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ഗിയർ ഇട്ട് ക്ലച്ച് പതുക്കെ വിടുക, ആക്സിലേറ്റർ കൊടുക്കുക. അത് പറയുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ അപ്പം ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് ലേണിംഗ് എന്ന് പറയും. ഞാൻ എല്ലാം പറഞ്ഞു പോലാണ്, കാരണം എനിക്ക് ആ ഭാഗത്ത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ഉണ്ടാവില്ല. ഫൈൻ. ഇല്ല, ഞാൻ അതിന് നമ്മുടെ പോയിന്റ്സ് ആട്ടോ ഇമ്പോർട്ടന്റ്. കോൺസെപ്റ്റിനെ കാട്ടി എനിക്ക് പിന്നെ നമ്മൾ പഠിക്കുന്നത് പോയിന്റുകളാണ്. ആ പോയിന്റുകളായിരിക്കും എക്സാമിനേഷന് കണക്ട് ചെയ്ത് ചോദിക്കുക. ഓക്കെ. പിന്നെ എന്താണ് ഫീൽഡ് തിയറി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ ടീച്ചിങ്ങിന്, നമ്മുടെ ലേണിങ്ങിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ, ഇന്റേണൽ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്സ് എങ്ങനെ നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കുന്നത്, അതൊക്കെയാണ് ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഹൾസ് റീഇൻഫോഴ്സ്മെന്റ് തിയറി? ഹൾസിന്റെ റീഇൻഫോഴ്സ്മെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ഷൻ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ലേണിംഗ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ റിവാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോയതാണ് പ്രധാനപ്പെട്ട കുറച്ച് മേജർ തിയറീസ് എന്നുള്ളത്. അപ്പൊ ടോട്ടൽ നമുക്ക് എന്താണ് 6 തിയറീസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ബിഹേവിയറൽ ലേണിംഗ് തിയറി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി, ഫീൽഡ് തിയറി, പിന്നെ ഹൾസ് റീഇൻഫോഴ്സ്മെന്റ് മെത്തേഡ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആളുകൾ ഇതിന്റെ പ്രൊപ്പൗണ്ടർ ചെയ്ത പേരുണ്ടാവും, ഇത് ഡെവലപ്പ് ചെയ്ത ആളുകളുടെ പേര് വെച്ചിട്ട് ആ പുള്ളിക്കാരന്റെ പേര് കണക്ട് ചെയ്ത് പറയുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. അത് ഒന്നുമില്ല, ഈ സെയിം തിയറി തന്നെയാണ്, പക്ഷെ അവരുടെ ആ പ്രൊപ്പൗണ്ട് ചെയ്ത ആളുടെ പേരായിരിക്കും അവിടെ തിയറിക്ക് പകരം യൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. Okay. അപ്പൊ ലേണിംഗ് തിയറീസ് ഒന്നുമില്ല, ഇത് മാത്രമാണ്, ഇതിന്റെ ബേസിക്സ് മാത്രമാണ്. ഇനി നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോരോ തിയറീസും എടുത്തെടുത്ത് ഓരോരോ വീഡിയോസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പം ലേണിംഗ് തിയറീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക് ആയിട്ട് കാണാം കേട്ടോ. സോ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എനിത്തിങ് യു ക്യാൻ ടെക്സ്റ്റ് മീ, യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് മീ, എനി ഡൗട്ട്സ്, എനി ക്വയറീസ് ഓർ സംതിങ്. Yeah, that's it. Okay. So thanks everyone. Bye.